എല്ലാവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. സവാള പോലെ തന്നെ കറികളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ്. സാമ്പാറിലും മസാല ദോശയിലും മെഴുക്കുവരട്ടിയായും എന്തിനേറെ പറയുന്നു. ഇനി കറി അല്ലാതെ ചിപ്സായും ഫ്രൈസായും ഏത് രൂപത്തിലും ആളുകളെ രസിപ്പിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഈ കക്ഷി. മിക്ക അടുക്കളയിലും സവാളയും ഉരുളക്കിഴങ്ങ് ചങ്ങാതിമാരായി ഒട്ടിയിരിക്കുന്നു ഉണ്ടാകാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വെറുതെ ഇരുന്നാൽ മുള പൊട്ടുന്നത് ഉരുളക്കിഴങ്ങിന്റെ ഒരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് സവാള അടുത്തുണ്ടെങ്കിൽ. മുള പൊട്ടിയെന്ന് കരുതി ഉരുളക്കിഴങ്ങിനെ വെറുതെ വിടാൻ നമ്മളും ശ്രമിക്കാറില്ല. മുള അങ്ങ് നുള്ളിക്കളഞ്ഞ് ബാക്കി നമ്മൾ കറിയാക്കും. നിങ്ങളും അക്കൂട്ടത്തിലാണോ? എങ്കിൽ സൂക്ഷിച്ചോളൂ. നിങ്ങൾ കരുതും പോലെ ആ ഉരുളക്കിഴങ്ങ് അത്ര പരിശുദ്ധനൊന്നുമല്ല. അതിനുള്ളിൽ ഒരു വിഷമുണ്ട്. മുള പൊട്ടിയാൽ ഉരുളക്കിഴങ്ങ് ഒരു വില്ലൻ തന്നെയാണ്. വളരെ പോഷക സമ്പന്നനും ഏത് കറിയായി രൂപം മാറാനുമുള്ള കഴിവുള്ള ഉരുളക്കിഴങ്ങിൽ ഫൈബർ, വൈറ്റമിൻ, ധാതുക്കൾ തുടങ്ങി ശരീരത്തിന് ആവശ്യമായ പല പോഷകഘടകങ്ങളും ഉണ്ട്. ഉരുളക്കിഴങ്ങ് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പച്ചക്കറി തന്നെയാണ്. പക്ഷെ എപ്പോഴും അങ്ങനെയല്ല. ഉരുളക്കിഴങ്ങിന് സ്വാഭാവികമായി തന്നെ നേരിയ അളവിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ അളവ് വർദ്ധിച്ചാൽ അത് കഴിക്കുന്നവർക്ക് അസുഖമുണ്ടാകും. സെലാനൈൻ, ചാഗുനൈൻ എന്നിങ്ങനെ 2 തരത്തിലുള്ള ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. തക്കാളിയിലും വഴുതനയിലും അടക്കം പല പച്ചക്കറിയിലും കാണപ്പെടുന്നതാണ് ഇവ. നേരിയ അളവിൽ കഴിച്ചാൽ ഇവ ആരോഗ്യത്തിന് പല ഗുണങ്ങളും ഇവയ്ക്കൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ആന്റിബയോട്ടിക് ഗുണങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും കഴിവും ഇവയ്ക്കുണ്ട്. പക്ഷെ അമിതമായി കഴിച്ചാൽ ഇവ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. സെലാനൈനും ചാഗോനൈനും സ്വാഭാവിക വിഷ സംയുക്തങ്ങളാണ്. ഉരുളക്കിഴങ്ങിന്റെ എല്ലായിടത്തും ഇവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും കണ്ണുപോലെയുള്ള കുത്തുകളിലും പച്ചത്തൊലിയിലും മുളയിലുമാണ് ഇവയുടെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നത്. ഉരുളക്കിഴങ്ങിന് മുള പൊട്ടുമ്പോൾ അതിലെ ഗ്ലൈക്കോ ആൽക്കലോയിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഈ മുള പൊട്ടിയ ഉരുളക്കിഴങ്ങ് പാകം ചെയ്ത് കഴിച്ചാൽ അതിലെ വിഷ സംയുക്തങ്ങൾ ശരീരത്തിന്റെ ഉള്ളിൽ എത്തും. അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കഴിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞും ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നാം. മുള പൊട്ടിയ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ മുള പൊട്ടിയ ഉരുളക്കിഴങ്ങിൽ വിഷാംശം കൂടുതലായിരിക്കും. അത് കഴിക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അതിലടങ്ങിയിരിക്കുന്ന സൊലാനിൻ, ചാക്കോലിൻ എന്നീ ഘടകങ്ങൾ ഛർദി, വയറുവേദന, വയറിളക്കം, അതിസാരം, തലവേദന, ആശയക്കുഴപ്പം, ചർമ്മത്തിൽ ചുവന്നു തടിക്കൽ, പനി അടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ജേണൽ ഓഫ് ഫാമിലി മെഡിസിൻ ആൻഡ് പ്രൈമറി കെയറിൽ 2022 പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് വിഷാംശം ഉള്ള ഉരുളക്കിഴങ്ങ് കഴിച്ച് ഒരാൾ മരണപ്പെട്ടതായും പറയുന്നുണ്ട്. വിഷാംശം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? പാകം ചെയ്യുന്നതിലൂടെ മുളച്ച ഉരുളക്കിഴങ്ങിലെ വിഷാംശം ഇല്ലാതാകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് മുളച്ചതോ തൊലി പച്ച നിറമോ ആയ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. പക്ഷേ ഇത് ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മാത്രമാണ് ഇവ മുളച്ചതും പച്ച നിറവും ഉള്ളതെങ്കിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് ആ ഭാഗം ചെത്തിക്കളഞ്ഞ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഓർക്കുക. മുളയോടൊപ്പം കണ്ണുപോലെയുള്ള ഭാഗങ്ങളും പച്ചത്തൊലിയും ഇടുങ്ങിക്കിടക്കുന്ന ഭാഗവും ഒഴിവാക്കി ഉരുളക്കിഴങ്ങ് പാകം ചെയ്യുക. മുള വരാതിരിക്കാൻ എന്ത് ചെയ്യാം? ആവശ്യത്തിന് മാത്രം ഉരുളക്കിഴങ്ങ് വാങ്ങുക. വാങ്ങിയ ഉരുളക്കിഴങ്ങ് കാലങ്ങളോളം സൂക്ഷിക്കാതിരിക്കുക. ചീത്തയായ ഉരുളക്കിഴങ്ങ് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുക. അല്ലെങ്കിൽ മറ്റുള്ളവയും ചീത്തയാകും. മുള പൊട്ടാതിരിക്കാൻ എപ്പോഴും തണുത്ത, വരണ്ട, സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുക. സവാളയ്ക്കൊപ്പം ഉരുളക്കിഴങ്ങ് വെച്ചാലും പെട്ടെന്ന് മുള വരുമെന്ന് പറയപ്പെടുന്നു. അതും ഒഴിവാക്കുക. ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗ്ലൈക്കോ ആൽക്കലോയിഡ് സൂചനകൾ. നേരിയ തോതിൽ ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ എല്ലാ ഉരുളക്കിഴങ്ങിലും ഉണ്ടാകുമെങ്കിലും അതിന്റെ അളവ് കൂടിയാൽ മറ്റു ചില സൂചനകൾ കൂടെ കാണിക്കും. മുള പൊട്ടൽ, അങ്ങുമിങ്ങും മൊത്തമായോ തൊലിക്ക് പച്ചനിറം, ചീഞ്ഞു പോകൽ, കയ്പ് രുചി. ഉരുളക്കിഴങ്ങ് ചെടിയുടെ ഇലയിലും പൂവിലും കിഴങ്ങിന്റെ കണ്ണിലും മുളയിലുമാണ് കൂടുതൽ വിഷാംശം ഉണ്ടാകുക. പച്ച നിറമുള്ള ഈ ഭാഗത്ത് ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ എന്നൊരു വസ്തുവുണ്ട്. അത് സസ്യങ്ങൾക്കും പ്രാണികൾക്കുമെല്ലാം ഗുണമാകുമെങ്കിലും മനുഷ്യ ശരീരത്തിന് ദോഷം സൃഷ്ടിക്കുന്നവയാണ്. ഇതിലെ ഒരു പ്രത്യേക ഘടകം ഉരുളക്കിഴങ്ങിന് കയ്പ് നൽകുന്നതും എന്നതാണ്. ഇത്തരം ഉരുളക്കിഴങ്ങുകൾ ന്യൂറോണുകൾക്ക്, അതായത് നാഡികൾക്ക് നന്നല്ല. ഇത് പലരിലും നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപൂർവമായ നാഡീ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മരണം വരെ സമ്മാനിക്കുന്ന ഒന്നാണ് ഇത്. ആരോഗ്യകരമായ ശരീരത്തിന് അനാരോഗ്യം സമ്മാനിക്കും. മുളയുള്ള പച്ച നിറം വന്നിട്ടുള്ള ഈ പ്രത്യേക ഭാഗം. ഇത്തരം ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ പനി, ശരീരവേദന തുടങ്ങി പല പ്രശ്നങ്ങൾക്കും സാധ്യതയേറെയാണ്. ഇതിലെ വിഷാംശം ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കുന്നു. ഇതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇതെല്ലാം
എല്ലാവരിലും കാണുന്ന അവസ്ഥയാണെങ്കിൽ പോലും പലരിലും ഇത്തരം ഉരുളക്കിഴങ്ങുകൾ ഈ അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട്. ഇതിലെ ഘടകങ്ങൾ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. രോഗം വരാൻ വഴിയൊരുക്കുന്ന ഒന്നാണ് ഈ മുളച്ച ഉരുളക്കിഴങ്ങ്. ഗർഭകാലത്ത് ഇത്തരം ഉരുളക്കിഴങ്ങിന്റെ ഉപയോഗം. ഗർഭകാലത്ത് ഇത്തരം ഉരുളക്കിഴങ്ങിന്റെ ഉപയോഗം ഏറെ ദോഷം വരുത്തുന്നു. ഇത് അബോർഷന് വരെ കാരണമായേക്കാം. ഗർഭസ്ഥ ശിശുവിന്റെ നാഡീസംബന്ധമായ തകരാറുകൾക്കും ഇത്തരം ഉരുളക്കിഴങ്ങിന്റെ ഉപയോഗം വഴിയൊരുക്കും. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷം വരുത്തുന്ന ഒന്നാണ് ഇത്. വയറ്റിലെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷിയെ വരെ ബാധിക്കുന്ന ഒന്നാണ് ഇത്. ഗർഭിണികൾക്ക് നിർബന്ധമായും ഒഴിവാക്കേണ്ട ഒന്നാണ് മുളച്ച ഉരുളക്കിഴങ്ങുകൾ. ഇത് വയറ്റിലെ കുഞ്ഞിനെ ബാധിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇത്തരം ഉരുളക്കിഴങ്ങുകൾ കഴിവതും ഒഴിവാക്കുക. ചിലർ മുളച്ചതിന്റെ മുള മാറ്റി ഉപയോഗിക്കും. എന്നാൽ ഇതുകൊണ്ട് തന്നെ കാര്യമൊന്നുമില്ല. കാരണം ആ വിഷവസ്തു ഉരുളക്കിഴങ്ങിനുള്ളിൽ തന്നെ അപ്പോഴും ഉണ്ട്. അതാണ് മുളയായി വളർന്നു വരുന്നത്. പുതിയൊരു സസ്യത്തിലേക്കുള്ള വളർച്ചയായി ഇത് കാണാം. എന്നാൽ മറ്റു മുളച്ച വസ്തുക്കൾ കഴിക്കുമ്പോൾ ഗുണമുണ്ടാകുമെങ്കിലും ഇത് ദോഷം വരുത്തുന്നു. അതുകൊണ്ട് തന്നെ മുളച്ച ഉരുളക്കിഴങ്ങുകൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.